തൃശൂരിലേക്ക് പോയാൽ തൃശൂർ വടക്കാഞ്ചേരിയിൽ കള്ളവോട്ട് ആരോപണം ഉണ്ടായിട്ടുണ്ട്. ഗേൾസ് സ്കൂളിൽ വോട്ട് ചെയ്യാൻ എത്തിയ വടക്കാഞ്ചേരി സ്വദേശി സജീവിന്റെ വോട്ട് പോസ്റ്റൽ വോട്ട് ചെയ്തതായി കണ്ടെത്തി. വോട്ട് ചെയ്യാനാകാതെ സജീവ് മടങ്ങി. പരാതി നൽകുമെന്നാണ് വോട്ടർ പറയുന്നത്. കള്ളവോട്ടല്ലല്ലോ നടന്നേക്കണേ. ഇവിടെ നമ്മളല്ല, മിസ്റ്റേക്കാണ്. അത് നമ്മളിവിടെ ഉണ്ടായത് മിസ്റ്റേക്ക് അല്ല. നിങ്ങൾ ബാക്കി എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ബാക്കി നിങ്ങളുടെ എന്റെ ഹയർ ഒഫീഷ്യലിന് എനിക്ക് ഓർഡർ കിട്ടിയ പ്രകാരം ഇങ്ങനെ ലെവിൻ കെ വിജയൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ലെവിൻ, ഇത് പോസ്റ്റൽ വോട്ട് ചെയ്യപ്പെട്ടു എന്നതാണ് ഈ പരാതി ആയി മനസ്സിലാകുന്നത്. എന്താണ് ഇത് സംബന്ധിച്ച് പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ ഈ വോട്ടറുടെ തീരുമാനം? രുചീഷ്, വടക്കാഞ്ചേരി സ്വദേശിയായ സജീവനാണ് വോട്ട് ചെയ്യാൻ കഴിയാതെ പ്രതിസന്ധി നേരിട്ടത്. എന്നാൽ ഇവിടെ എത്തി വോട്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ സജീവന്റെ പേരിൽ ഒരു പോസ്റ്റൽ ബാലറ്റ് മുഖേന മറ്റൊരു സജീവൻ വോട്ട് ചെയ്തതായി പോളിംഗ് ഉദ്യോഗസ്ഥർ അറിയിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് ആശയക്കുഴപ്പത്തിലായ സജീവനെ സഹായിക്കാൻ BJP പ്രവർത്തകരും പിന്നീട് NDA സ്ഥാനാർത്ഥിയായ ഉല്ലാസ് ബാബുവും ഇവിടേക്ക് എത്തുന്നു. ഉല്ലാസ് ബാബു ഇവിടെ എത്തി പോളിംഗ് ഉദ്യോഗസ്ഥരോട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ തടയുന്നു. ഇതേ തുടർന്ന് BJP പ്രവർത്തകരുമായി ചേർന്ന് സ്ഥാനാർത്ഥി ഇവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു. അതേ തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ഉല്ലാസ് ബാബുവിനെ തള്ളിമാറ്റാൻ ശ്രമിച്ചുവെന്നും അതേ തുടർന്ന് വാക്ക് കയ്യേറ്റവുമൊക്കെ ഉണ്ടാവുകയായിരുന്നു. തുടർന്ന് സ്ഥാനാർത്ഥി തന്നെ ജില്ലാ കളക്ടർ വരണാധികാരിയെ വിളിക്കുകയും സംസാരിക്കുകയും ഈ സജീവന് വോട്ട് ചെയ്യാനുള്ള അവസരമൊരുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഇതേ തുടർന്ന് ഏറെ നേരം തർക്കമുണ്ടാവുകയും പിന്നീട് പോളിംഗ് ഉദ്യോഗസ്ഥർ പരിശോധിക്കുകയും ഇദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുകയും അതനുസരിച്ചുകൊണ്ട് പ്രാഥമിക റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ലഭ്യമായ ബാലറ്റ് വോട്ട് അത് ക്യാൻസൽ ചെയ്തതിന് ശേഷം ഇപ്പോൾ സജീവന് വോട്ട് ചെയ്യാനുള്ള അവസരം ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. അല്പസമയങ്ങൾക്ക് മുൻപ് സജീവൻ വോട്ട് ചെയ്ത് ഈ ബൂത്തിൽ നിന്നും മടങ്ങിയിട്ടുണ്ട്. എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യത്തിൽ അടക്കം സമഗ്രമായ ഒരു അന്വേഷണം നടത്തുമെന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നുമാണ് ഉദ്യോഗസ്ഥർ ഭരണാധികാരി അടക്കമുള്ള ആളുകൾ ഈ സ്ഥാനാർത്ഥിയെയും NDA പ്രവർത്തകരെയും അറിയിച്ചിട്ടുള്ളത്. ഇവർ ആരോപിക്കുന്നത് CPMന്റെ നേതൃത്വത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള ഒരാളാണ് ഇത്തരത്തിൽ പോളിംഗ് ബൂത്തിൽ ഇത്തരത്തിൽ പേപ്പർ ബാലറ്റ് ഉപയോഗിച്ചുകൊണ്ട് പോസ്റ്റൽ ബാലറ്റ് ഉപയോഗിച്ചുകൊണ്ട് വ്യാജമായി വോട്ട് ചെയ്തത് എന്നുള്ളതാണ്. ആരോപണമാണ് നിലവിലെ സാഹചര്യത്തിലുള്ളത്. അതിൽ അന്വേഷണം നടക്കേണ്ടതുണ്ട്. അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് റിട്ടേണിംഗ് ഓഫീസർ നേരിട്ടെത്തി ഉല്ലാസ് ബാബു അടക്കമുള്ള ആളുകൾക്ക് ഉറപ്പ് നൽകിയത്. ഏതായാലും അല്പസമയങ്ങൾക്ക് മുൻപ് പ്രതിഷേധവും മറ്റും ഉണ്ടായിരുന്നെങ്കിലും റിട്ടേണിംഗ് ഓഫീസർ കൂടി ഇവിടെ എത്തിയതോടുകൂടി ആ തർക്കം അത് ചർച്ച ചെയ്ത് പരിഹരിക്കപ്പെടുകയും ആ ഉറപ്പിന്മേൽ ഇപ്പോൾ ഇവർ BJP പ്രവർത്തകർ പ്രതിഷേധം അവസാനിച്ചു പോവുകയുമാണ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സജീവന് വോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പരാതി ഉന്നയിച്ച ആൾക്ക് പ്രത്യേകമായി അവസരമൊരുക്കി വോട്ട് ചെയ്യാനുള്ള നടപടികൾ പൂർത്തീകരിക്കുകയും അദ്ദേഹം വോട്ട് ചെയ്ത് മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും വടക്കാഞ്ചേരിയിലാണ് ജില്ലയിൽ ഇത്തരത്തിലൊരു കള്ള വോട്ട് ആരോപണം ഉയർന്നത്. പോസ്റ്റൽ ബാലറ്റ് മുഖേന വടക്കാഞ്ചേരിയിലാണ് ഇത്തരത്തിൽ സജീവന്റെ പേരിൽ ഒരു പോസ്റ്റൽ വോട്ട് ചെയ്തത്. പക്ഷേ പിന്നീട് വോട്ട് ചെയ്യാനുള്ള അവസരം ഒരുക്കിയതോടെ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്നതാണ്. പക്ഷേ പരാതി ഇപ്പോഴും നിലനിൽക്കുന്നുമുണ്ട്.